കേരളത്തിലെ ജൈവ കർഷകരുടെയും ജൈവ ജീവിത രീതി സ്വീകരിച്ചവരുടെയും സംസ്ഥാനതല കുടുംബ സംഗമം എലപ്പുള്ളി പട്ടത്തലച്ചി അത്താച്ചി വേദിക് ഫാമിൽ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷകരെ ദൈവങ്ങളെന്ന് വിളിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ വളർന്നു വരുന്ന മാനസിക ശാരീരിക രോഗങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരം വിഷം കലരാത്ത ഭക്ഷണശീലവും മണ്ണിൽ കൃഷി ചെയ്യലുമാണെന്നും MLA പറഞ്ഞു. കർഷകരെന്ന് വിളിക്കണോ ദൈവങ്ങളെന്ന് വിളിക്കണോ എന്നറിയില്ല. കാരണം ഈ ആയുസ് നീണ്ടു കൊടുക്കുന്നത് ദൈവമാണെന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അപ്പം നിങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യന്മാർക്ക് ആയുസ് കൂട്ടിക്കൊടുക്കുന്ന ആളുകളാണ്. ആ ആയുസ് കൂട്ടിക്കൊടുക്കുന്ന ആളുകളുടെ എണ്ണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. ഡോക്ടർ കർഷകരുടെ സുഹൃത്തായതിനെ പറ്റി പറഞ്ഞു. ഈ ജൈവ കർഷകരുടെ സുഹൃത്തായില്ലെങ്കിൽ പുള്ളിക്ക് തിരക്കോട് തിരക്കായിരിക്കും. കാരണം ആളുകളെല്ലാം അവിടേക്ക് നിന്നുകൊണ്ടിരിക്കും. നമ്മൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത ശതമാനം വിഷം കഴിക്കുന്ന മനുഷ്യന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ സാഹചര്യം. എന്താ അതിൻ്റെ പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ശ്രമകരമായി നിങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാനടക്കമുള്ള ആളുകൾ ചെയ്യുന്ന എളുപ്പപ്പണി ആയതുകൊണ്ട് എല്ലാ ദിവസവും ഇന്ന് രാവിലെ കഴിക്കേണ്ടുന്ന അളവിലുള്ള വിഷം കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഉച്ചയ്ക്ക് പോയിട്ട് വീണ്ടും ഇത് തന്നെ കഴിക്കണം, വൈകുന്നേരം പോയിട്ട് ഇത് തന്നെ കഴിക്കണം. ഇത് വിഷമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വളരെ വിഷമത്തോടു കൂടി ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മാറിയൊരു ജീവിതക്രമം, ആ മാറിയ ജീവിതക്രമത്തിന്റെ ഭാഗമായി കൃഷിയിൽ നിന്ന് ആളുകൾ എല്ലാ തരത്തിലുള്ള ജൈവ കൃഷി മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള കൃഷിയിൽ നിന്ന് ആളുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നിങ്ങൾ ഇത്തരത്തിൽ ഒരു നല്ല കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്നത്. ഓയിസ്ക യൂത്ത് ഫോറം ഡയറക്ടർ ഡോക്ടർ N. ശുദ്ധോധനൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി യൂണിവേഴ്സിറ്റി ജൈവകൃഷി ചെയർ ഡയറക്ടർ KV ദയാൽ മാറിയ കാലത്തെ ജൈവകൃഷി ഉൽപാദനവും വിപണനവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. അത്താച്ചി ഫാമിൽ നിന്നും 7 ജോഡി നാടൻ പശുക്കളെ ജൈവ കർഷകർക്ക് സമ്മാനമായി നൽകി. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അക്ഷയശ്രീ 2024 അവാർഡ് ജേതാക്കളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. PT സുഷമ, അത്താച്ചി ഫാം ഉടമ രാജു N. സുബ്രഹ്മണ്യത്തിന്റെ മാതാവ് അത്താച്ചി അമ്മാൾ, ജൈവ സംരക്ഷണ സമിതി പ്രസിഡന്റ് K. നാരായണൻ, സെക്രട്ടറി രാജീവ് മലമ്പുഴ, അത്താച്ചി ഫാം MD ഡോക്ടർ ശ്രീനിവാസൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K. രേവതി ബാബു, K. കൃഷ്ണൻ, VK വിനോദ്, JN പാഞ്ഞാൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.